ഗൈസ് ഓനതാ പോണ് അച്ഛ ഇങ്ങനെ പറഞ്ഞ കേക്കണില്ല ഗൈസ്. കുറച്ച് കാണാനുണ്ട് പക്ഷെ കാട്ടിക്ക് പോകാൻ പക്ഷെ പറ്റില്ല. കാട്ടില് ആന ഇറങ്ങിക്കണായിരുന്നു. പക്ഷെ ആന ഇറങ്ങിയോണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. അതാണ് ഓല് പറഞ്ഞത്. പക്ഷെ അദീപ് എങ്ങോട്ടോ അവൻ നമ്മള് അദീപതാ പോയിക്ക് അങ്ങനെ പോണ്ട്, നടന്ന് പോണ്ടതാ പോണ്. അപ്പം നമ്മൾ ഇന്ന് നമ്പ്യാർപൊട്ടിയിൽ വന്നിക്കാണ്. നമ്മളപ്പം അദീപുണ്ട്, ആഷിഖുണ്ട് അവിടെ. ഇവിടെ നല്ല അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ രണ്ടാളും കൂടി കൊടുന്ന സംഭവം ഇതാ പോയാറാണ് കൊടുന്നത്. ആത്തരം ആരാ കൊടുന്നത്? ഇബന് ആഷിഖ്. എന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് പോകാൻ പറയാ ഞാൻ ഇങ്ങോട്ട് കൊടുത്തിട്ടില്ല. ഒയ്ക്ക് നല്ല ഒയ്ക്കുണ്ടോ എൻ്റെ മോനെ? എന്തോ ഒയ്ക്ക പടച്ച റബ്ബേ. ആ മീൻ്റെ ഓ മീനെ കണ്ടിട്ടോ. ഇബനാ കൊടുന്നത്. നമുക്ക് അടിപൊളിയാക്കും. നമുക്ക് അടിപൊളി തന്നെയാണ് ഇവിടെ. പക്ഷെ വെള്ളം ഇല്ലാന്നുള്ളു. വെള്ളം ഇവിടെ വെള്ളം ഉണ്ട്, പക്ഷെ പൊയില് വെള്ളം ഉണ്ട്, ഇറങ്ങാൻ പറ്റണ്ടേ. വെള്ളം കൂടിയോണ്ടാണ്. വെള്ളം നോക്കി കാശ് ഇപ്പല്ലേ എന്ത് വെള്ളം ഉണ്ട് എന്നൊക്കെ പറയണേ. ഇതാ വെള്ളം. ഫോട്ടോ നല്ല ഫോട്ടോ എടുക്കാം. വെള്ളം കൂടി കല്ലൊക്കെ എടുത്ത് എറിയണ്ടോ മോനെ? ഭയങ്കര ഏറെ രണ്ടാളും. പക്ഷെ ആഷിഖിനൊന്നും നടക്കണില്ല. ആഷിഖിനെ വള്ളത്തിൽ മുങ്ങി അറിയണ്ട്. കിട്ടിക്കണേ. പോരെ ഇനിയിപ്പോഴെ നിന്നിട്ട് ഈ പോയിക്ക് കല്ലറിന്റെ കാര്യമില്ല. അടുത്ത സ്ഥലം പിടിച്ചാ നമുക്ക്. വരെ ഏറിയ പോണ അടുത്ത് കല്ല് മീനെ പിടിച്ചാ എടുത്തോ. ഏക്കൂടെ ഒക്കെ കേറി പോണ പഠിച്ചേ. അപ്പൊ ഗൈസ് നമ്മള് നമ്പ്യാർപൊട്ടിയിൽ വന്നിട്ടേ ആകെ ചങ്ങായിമാര് പറ്റിച്ച നമ്മളെ. ഈ നാട്ടുകാർ ഇങ്ങോട്ട് കൊടു നിൽക്കുക. നല്ലൊരു സ്ഥലങ്ങളിൽ കാണിച്ചല്ലേ. അതില്ല, വെറുതെ കൊടുന്നിട്ട് പോരിടാ അങ്ങോട്ട് പോരിടാ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങോട്ട് കൊടുങ്ങാണേ. നല്ല പാറൊക്കെ ഉണ്ട് അവിടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറഞ്ഞാണ് കൊടുന്നാണ്. എന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് നോക്കുമ്പോ ഒരു സംഭവം ഇല്ല, ഒരു സുനാഗിരി ഇല്ല, ചെലവില്ല, ചായ ഇല്ല, ഒന്നും കൂടെ. അപ്പൊ ഗൈസ് അപ്പൊ നമ്മൾ ഇവിടുന്ന് വിട്ടാണ്. അപ്പൊ അടുത്ത സ്ഥലം അപ്പൊ ഡ്രൈവർ അദീപാണ്. ആഷിക്ക് ഈ വഴി വന്നതാണ്. റൂട്ടൊക്കെ മറന്നിക്കണ്. പണ്ട് വന്നതാണ് റൂട്ടൊക്കെ മറന്നിട്ടുണ്ട്. ആ ഇപ്പൊ ശരിയാവും. പണ്ട് വന്നതാണ്, റൂട്ട് മറന്നിക്കണ്. ഡ്രൈവറെ എങ്ങനെയുണ്ട് ഇവിടെ ഓട്ടാണ്? പൈപ്പുണ്ടോ? സ്റ്റോറേജിനുമാരി പോകില്ലേ? സ്റ്റോറേജിൽ അതിനെക്കാട്ടി ഇറങ്ങാറുണ്ടോ? സുഖമാണ്. ബുദ്ധിമുട്ടില്ലോ? ഫുള്ള് കട്ട് റോഡാണ്. ഫുള്ള് കാര്യണ്ട് വന്നതിന് കാര്യണ്ട് ഗൈസ്. ഓന് ഏതോ ഒരു ചെറിയ പാറന്റെ അവിടെ, ആ പാറന്റെ അങ്ങോട്ട് കൊടു നിൽക്കണം നമ്മളെ. ആരാ ഡ്രൈവറെ നോക്കട്ടെ ഡ്രൈവറെ. അപ്പൊ ഗൈസ് പോയേക്ക് ഇറങ്ങണേ. പോയേക്ക് ഇറങ്ങിയേക്ക. അടിപൊളി വീവേ. ഓഹോ അടിപൊളി വ്യൂ ഉണ്ട്. എൻ്റെ മോനെ ഇവിടെ അല്ല ഇതിൽ കൂടെ ഒക്കെ ചാടി ഇങ്ങനെ പോകുമ്പോഴേ സീൻ തന്നെ. ഫുള്ള് സെറ്റ് സാധനങ്ങളുണ്ട് ഇവിടെ. ഫുള്ള് പാറൊക്കെ ആയിട്ടേ കേട്ടോ. എൻ്റെ മോനെ ഇനി ഇവിടുന്ന് കറങ്ങി ചാടാൻ നിൽക്കുക. ചാടണേ ചാടാ. അദീപേ ചാട്. ഇതെന്ത് വള്ളം? കലങ്ങിയ വള്ളത്തിൽ എങ്ങനെ ചാടുക ഗൈസ്? നിങ്ങൾ പറഞ്ഞാണേ ഒന്ന്. ഈ ചങ്ങായിമാര് പറഞ്ഞ കാര്യമില്ല. ഈ ചങ്ങായിമാര് കലങ്ങിയ ദിവസം നമ്മളെ കൊടു നിക്കണേ. കലങ്ങിയത് നമ്മക്ക് അറിയില്ലല്ലോ. അതാ തെളിഞ്ഞ വെള്ളാണെങ്കിൽ നല്ല വൈബേനി കാണാന്. പക്ഷെ കലങ്ങിയത് നമ്മൾ അറിഞ്ഞില്ല. അവിടെ കുറച്ചും കൂടി അടിപൊളിയാണെന്ന് തോന്നുന്നുണ്ട്. എന്ത് പറയണേ? സുഖം. അപ്പുറത്തേക്ക് പോകേനി, പക്ഷെ വെള്ളം കൂടിയോണ്ട് നടക്കൂല. അല്ലെങ്കിൽ അതിന്റെ ഉള്ളില് അടിപൊളി കാണാനുണ്ട്. എന്താ ഉള്ളത്? കാടിന്റെ ഉള്ളില്. കാട് അവിടെ എന്താ ഉള്ളത് കാണാൻ? പക്ഷെ അവിടെ പോകല് നടക്കൂല. എന്താണ് ഉള്ളത്?
അതൊക്കെ കാണാൻ കുറച്ചുണ്ട്. എന്താണുള്ളത് പറയും. എന്താണെന്ന് വെച്ചാൽ എങ്ങനെ പറയും, കാടിൻ്റെ ഉള്ളിൽ കാണാനുള്ളതുണ്ടാവും. മരങ്ങൾ എന്തൊക്കെയാ? മരത്തിന്റെ പേര്. അപ്പോൾ ഇപ്പോൾ എന്തൊക്കെ പറയണ്ടവന്, പാറ പൊട്ടിച്ച ഡിസൈനൊക്കെ പറയണ്ടവന്. എന്താണ് പറയുന്നത്? അത് ഡ്രില്ലറില്ലേ, അത് വെച്ചിട്ട് ഇവര് ഇതില് ഇതിടും, സാധനം ഇടും. മറ്റേ എന്താണ് പൊട്ടാസം എന്തൊരു സാധനം ഉണ്ട്, തിരി കണ്ടിട്ട് കത്തിച്ചിട്ട് പോകുമ്പോല് മാണ്ടും ദൂരത്തേക്ക് കിട്ടും. അല്ല ഇത് മറ്റേ ഇതിന്റെടാ ആ ഓട്ടോ എടുക്കണ മെഷീനില്ലേ, എന്നിട്ട് ഇവിടെ സാധനം വെക്ക, ഇവിടെ തിരി വെക്ക. തിരിയല്ല, മറ്റേ അതിന്റെ പേര് ടോട്ട. ഇതിന്റെ പേരാണ് ആനപ്പിണ്ടം. ആനപ്പിണ്ടനാണോ? ഉറപ്പാണോ? പിന്നെ ഇങ്ങോട്ട് ഫാർമസ് വരുന്നല്ലേ ആനപ്പിണ്ടം എന്നൊക്കെ പറയണ്ടോ? ആനപ്പിണ്ടം തന്നെയാണത്. കൊറേ കാലം മുമ്പ് വന്നാണ്, പക്ഷെ ഓന് എന്തൊക്കെ പറയണ. ആ ഉണ്ട് 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 ഉണ്ട്. അപ്പൊ സത്യം തന്നെയാണ്, അപ്പം പറഞ്ഞ ശരി തന്നെയാണ്. അപ്പൊ ഗൈസ് നമ്മൾ ഇവിടുന്ന് സ്ഥലം കാലിയാക്കി. ഇനിയിപ്പോ ഓന് കൊടുന്നത് ആശയ്ക്ക് ഇങ്ങോട്ട് കൊടുന്നത് വഴി തിരിച്ചിട്ട് ഇങ്ങനെ നേരെ കൊടുന്ന് ഞങ്ങൾ നേരെ പോയിനി. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുന്നിട്ട് എന്നിട്ട് അതാ പോണേ കേട്ടാ. ഇങ്ങോട്ട് പോര് ഏക്കൂടെ എങ്ങോട്ടാ പോണേ? ഗൈസ് അപ്പൊ നമ്മളെ ഒറ്റക്കാക്കി പോലും അങ്ങോട്ട് മുങ്ങിക്കണ്. നമുക്ക് പോയേക്കാം. അടിപൊളി സ്ഥലം. പാറിൻ്റെ മേൽക്കൂടൊക്കെ കയറി പോണം ഇനി. അപ്പോൾ നമ്മൾ വെറുതെ സ്വീപ്പാക്കി നമ്മളെ ഒറ്റക്കാക്കി പോലും പോണേ. ഇതാ ഇവിടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുക്കണേ. ഇതാ ഓ മോനെ ഫുള്ള് പാറൊക്കെ ഉണ്ട്, അടിപൊളി. ഇതാ ഇനി ഫോണൊക്കെ ഇടന്നിട്ടൊക്കെ വീഡിയോ ഇടുന്നുണ്ട് അവന്. ഇതാ എങ്ങനെയാണ് ഇതൊക്കെ ഇടുന്നിട്ടൊക്കെ വീഡിയോ ഇടുന്നത്. ഒരാളിതാ അവിടെ ഉണ്ട്, ഒരാളിതാ അവിടെ സെൽഫി ഒക്കെ ഇടുന്നുണ്ട്. ആ പാറമ കയറാ അയിമ കയറ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് നടക്കാന്നൊക്കെ പറയുന്നുണ്ട്. നടക്കാൻ കഴിയൂല, കുറച്ച് വെള്ളമുണ്ട്. അരക്ക് വെള്ളമുണ്ട് ഇവിടെ, അരക്ക് കേട്ടോ, അരക്ക് വെള്ളമുണ്ട്. കാണുന്നുണ്ടോ നിങ്ങള്? അരക്ക് വെള്ളം നടക്കാം ഇനി, പക്ഷെ ഇപ്പൊ വെള്ളം കൂടിയോണ്ട് പറ്റൂല. ഇവനെ വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. ഇപ്പൊ പലതും പറയണേ. ഇതിന് മേലെ ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലേ ചെറുപ്പത്ത് പറഞ്ഞാൽ അത്ര ചെറുപ്പൊന്നല്ല. എത്ര കാലം മുമ്പാ? പ്ലസ് ടു പഠിച്ചപ്പോ അല്ലേ? അപ്പൊ ഗൈസ് അടുത്ത സ്ഥലത്തേക്ക് പോകണല്ലോ. അപ്പൊ നമ്മള് ഇനി ആഷിഖിന്റെ നാട്ടിലേക്കാ പോണേ. ആഷിഖിന്റെ നാട് പറഞ്ഞാല് ഇവനാണ് ആഷിഖിന്റെ നാട്ടിൽ പോകണം. അപ്പൊ പടക്കത്ത് വിടുവോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മള് പടക്കത്ത് പോയാലോ? പോലെ അപ്പൊ ചോദിച്ചോക്കാം, പോകാൻ നമുക്ക്. ഫോറസ്റ്റ് ഓഫീസ് ചോദിച്ചണം, സീനില്ല. അവിടെ എഴുതി വെച്ചിട്ട് ഇത് പൊതുവഴി അല്ല, ആക്രമിച്ച് കിടക്കുന്ന ശിക്ഷാർഹമാണ്. പച്ച മലയാളത്തിൽ എഴുതി വെച്ചിട്ട് അങ്ങനൊക്കെ ഉണ്ടോ? അപ്പൊ പോണോ? അത് ഞാൻ പറഞ്ഞത് വിടൂല, പിന്നെ പോയിട്ട് കാര്യമില്ല. ഇപ്പൊ പുലിയും കൂടി ഇറങ്ങിയതാണ്. ഫോറസ്റ്റുകാർ വിടൂലെന്നൊക്കെയാണ് പിന്നെ പറയണേ. ഇനിയൊക്കെ അദീപിന്റെ കജ്ജിലാണ്, വിടൂലെന്ന് ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞിരിക്കണേ. ഇനി അദീപ് ചോദിച്ചിട്ട് വിടുകയാണെങ്കിൽ പോ. നാട്ടിലാണ്, പക്ഷെ കാട്ടിലുള്ള ആ വജ്ജിച്ചറിയില്ല, ഞാനതിലൊന്നും പോയിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും? ഞാൻ ചോദിച്ചോട്ടെ. ഇതിന് പൈസ ആരോടാ ചോദിച്ചാ? നിസാമിനോടോ? ഗൈസ് അപ്പൊ ആരുടെ പേരൊക്കെ പറയുന്നത്? പൈസ അതിന്റെ അതിൽ വിളിച്ചിട്ടുള്ള കാര്യം കേക്കോ? ഫോണിന്റെ പൈസ കഴിഞ്ഞത്. എന്നിട്ട് ഓനെ ചങ്ങായിക്ക് കൂട്ടുകാരനെ വിളിച്ചു നോക്കുക. എത്തപ്പോ ഉള്ളതൊക്കെ പറയാ. ഇതാണല്ലോ ഓനെ മഹല്. ഇവന്റെ മദ്രസ ഇപ്പൊ പഠിച്ച ഈ മോയത്ത് പഠിച്ച മദ്രസ അന്നോ അല്ല ഫോറസ്റ്റുകാർ പിടിച്ചോ? കൊറോണ ടൈമിലല്ലേ പിടിച്ചു. എന്നിട്ട് പെര കൊണ്ടിട്ടു.
വണ്ടി കേറ്റിട്ട് പേര് കൊണ്ടാക്കിയോ ഓമ്പടാ എന്തായാലും എന്നൊക്കെ ആ അപ്പൊ സൈക്കിളോ സൈക്കിള് വണ്ടിക്ക് വണ്ടിയല്ലേ അപ്പൊ എന്നിട്ട് ചെന്നട്ടി അപ്പൊ നമ്മള് ബജ്ജൊക്കെ പേച്ച് ഇങ്ങനെ പോകുന്നുണ്ട് സൈക്കിളൊക്കെ പോണ അറിയില്ല ആ സൈക്കിൾ ഉണ്ടല്ലോ ആ സൈക്കിൾ ഞാൻ പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോഴല്ലോ ഇവിടെ കോളേജ് ചെക്കല്ലോ അടുത്തുമതി കൊണ്ടേ നമ്മളവിടെ ആ സ്ഥലം കാണാൻ പറ്റുമോ എന്തെങ്കിലും തീരുമാനിച്ച് ഒരു ഫോട്ടോ എടുത്ത് തരാൻ പറ്റുമോ അവിടെ ഒന്നുമില്ല നമുക്ക് ചാർജ് ഒരു ഫോട്ടോ എടുത്ത് തരാൻ പറ്റുമോ ഇതെന്തേലും കാട്ടി ഇതെന്താ അങ്ങോട്ട് വെറുപ്പ് പോലെ കാണിക്കുന്നത് വെറുപ്പ് പോലെയല്ല അവിടെ എന്താ കാണാനുള്ളത് ഇതില്ല എന്താണുള്ളത് ഇത് പറയും അല്ല അവിടെ എനിക്ക് പോയി പരിചയം അതുകൊണ്ടാണ് ഭയങ്കര തല്ലൂട അടിയാണ് ഭയങ്കര അടിയാ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് എങ്ങോട്ടാ പോകണ്ടെന്നും അറിയില്ല അതുകൊണ്ടാണ് ഭയങ്കര അടി എന്തിനാ നമ്മളെ ആർമിയിൽ അനക്കല്ലേ പരിചയല്ലേ നമ്മുടെ റേഞ്ചറാണ് അല്ല ഓൽക്ക് അറിയോ ഇത് ഓല ആദിവാസികളാണ് അങ്ങോട്ട് പോകാൻ പറ്റൂല അതീവ് പോണ്ട് ആന കുത്തി കൊന്നാലാ ഒന്നും അറിയില്ല ഗൈസ് പോരാ പോര് പോവാ അവിടെ എന്താണ് അവിടെ പോയാ മാത്രണ്ട് നോക്കേ ഇങ്ങോട്ട് വാ പോവാ കാട്ടിലാണ് കാണാല്ലേ അങ്ങോട്ടാണ് ഈ പോണ്ടായിരുന്നു മനോജ് അവിടെ ആന എന്താണ് പോയൊക്കെ ഓനെന്താ പറയുന്നത് ചെന്നോക്കാം കാട്ടിൽ ആന ഇറങ്ങിക്കളില്ലേ അത് നമ്മളെന്താ ചെയ്യാ വിടൂലല്ലോ ഗൈസ് ഇവിടെ ഭയങ്കര ഒഴിക്കണ ചങ്ങായി അങ്ങോട്ട് പോയിക്കണ അറിയില്ല അതാ പോയി നിക്കണ് ഓ ഭയങ്കര ഇറക്കട്ടോ നോക്കി ഇറങ്ങിക്കോളി ഞാനിതിൽ കൂടെ ഇറങ്ങാം അതപ്പോൾ നമുക്ക് സേഫ്റ്റിയായ സ്ഥലം പോന്നെ ഗൈസ് ഇവിടെ സംഭവം ചാടാനൊക്കെ കുഴപ്പമില്ല ചാടാനൊക്കെ ഒരു വൈബ് സ്ഥലം തന്നെയാണ് പക്ഷേ കലങ്ങിയ വെള്ളമായതുകൊണ്ട് നമുക്ക് പറ്റില്ല അടിപൊളി സ്ഥലം വള്ളത്തിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് ഗൈസ് വള്ളത്തിൻ്റെ സൗണ്ട് അദീപാണ് ഇങ്ങോട്ട് കൊടുക്കുന്നത് അദീപ് ഇതാ വെള്ളം പോണോ നല്ല ഒഴുക്കുണ്ട് ഉള്ളിൽ അടിപൊളി കാണാനുണ്ട് അത് ഫുള്ള് ഫോറസ്റ്റ് അടിപൊളി വേരും സെറ്റ് കാണാനുണ്ട് പക്ഷെ അങ്ങോട്ട് ഇപ്പൊ പോകാൻ പറ്റൂല ഫോറസ്റ്റുകാർ വിടൂല ആന ഇറങ്ങിക്കണെന്നാ പറഞ്ഞത് പിന്നെ പുലിക്ക് അതിൻ്റെ ഉള്ളില് ഒരു കൂടും വെച്ചിക്കണ് അപ്പൊ പുലിക്കൂട് ഉണ്ടായോണ്ട് ഫോറസ്റ്റുകാർ വിടൂല ഞാൻ വന്നപ്പോ തന്നെ പറഞ്ഞതാണ് ഫോറസ്റ്റുകാർ വിടൂല പോയിട്ട് കാര്യമില്ലാന്ന് അദീപിന്റെ ഉറപ്പിൽ വന്നതാണ് അപ്പൊ കേട്ടില്ലേ എന്താ കാട്ടണേ എനിക്ക് നീന്താനറിയോ ധൈര്യം ചാടിക്കാം വേണ്ട അത്ര ധൈര്യമില്ല വെള്ളം കലങ്ങിയിട്ടുണ്ട് മണ്ണുണ്ടോ വെള്ളം ഗൈസ് അപ്പം നമ്മൾ നേരെ ഇനി ആശികനെ പെരിക്കുവാണ് ആശികനെ പെരിക്ക് പോയിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെ ഒന്ന് പെരിക്ക് വിളിച്ചോണ്ടോണ്ട് ഗൈസ് ഇവരെന്തൊക്കെയാ ഡിസ്കസ് ചെയ്യണ്ടേ അങ്ങോട്ടേക്ക് പോവാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഒന്നും നടക്കുമോ അറിയില്ല ചളി കഴിക്കണം വെള്ളം അപ്പോൾ പട്ടികളെ കുറക്കുന്നുണ്ട് ഗൈസ് പട്ടികളെ കുറക്കണമെങ്കിൽ ആന വന്നു എന്നാണ് പറയല് ആന ഇറങ്ങിയാലാണ് പട്ടികളെ കുറക്കല് അതൊക്കെ നോക്കിയേക്കാം പട്ടികൾ ഇവിടെ ഉണ്ട് ഫോറസ്റ്റർ ഓഫീസുണ്ട് അതെ ആശയ്ക്ക് പിള്ളേരെ കൊടുന്നു പക്ഷേ ആശയ്ക്ക് പറഞ്ഞിനി വിടൂല എന്ന സംശയത്തിൽ നമ്മൾ വന്നു നോക്കിയാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ തന്നെ ഒരാൾ പോകാൻ പറ്റൂല പറഞ്ഞു ഒരാൾ പറഞ്ഞു പോകാൻ പറ്റില്ല പറഞ്ഞു അത് ആഷിഖിൻ്റെ ചങ്ങായ പോകാൻ പറ്റില്ല പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ റിസ്ക് എടുക്കാൻ നിന്നില്ല റിസ്ക് എടുത്താൽ പിന്നെ എന്തെങ്കിലുമൊക്കെ പറ്റി കഴിഞ്ഞാൽ പിന്നെ സീനാവൂലേ അതുകൊണ്ട് പിന്നെ നമ്മൾ ഉണ്ടാകുന്നു അപ്പോൾ നമ്മൾ ഈ സ്ഥലത്തിനോട് വീടാ പറയണേ ഞങ്ങൾ പോയിട്ട് വരാം അല്ല പോയിട്ടാ ഓരോട് വിടാൻ പറഞ്ഞു ഞങ്ങള് ഓലെ എത്തിരി നേരത്തെ ഞങ്ങൾ കൂടെ ഉണ്ടായി പട്ടികള് ആശികന്റെ നാടാണ് ഇപ്പത് ആശികനെ അത് കുറച്ചുള്ളൂ ആശികനെ ആശികനെ പരിധി ആശികന്റെ അവിടുത്തെ ആടുകളെ കാണാൻ നോക്കിയ ആട് ബിരിയാണി ഇല്ലാത്ത മസാലയാണ് മസാലക്ക് കൂട്ടില്ല
കുട്ടികളുടെ ബിരിയാണിയാ അതാട് എന്തൊക്കെ പറയുന്നുണ്ട്. നെയ്ച്ചോറിന്റെ ബിരിയാണി ആശാരി മുറുക്കനാണല്ലോ ആശാരി മുറുക്കൻ നാളെ ചൊറുക്കൽ ആശാരി മുറുക്കൻ മറ്റേ ഇവനാണ് ആശാരി മുറുക്കൻ പടുകുറ്റ കൊമ്പന ആശാരി മുറുക്കൻ ഒരു മാമൂർക്കനൊക്കെ കണ്ടുക്കണോ അതിന് നാസൊക്കെ ഉണ്ടായി നന്നായിക്കോട്ടെ വേറെ ഭയങ്കര ഇത് പുതിയ ഉണ്ടായ കുട്ടിയാണത്. അപ്പൊ പിന്നെ ഇത് പെണ്ണത് അധികം വലിപ്പല്ലോ, ഇത് രണ്ടും പെണ്ണ, ഹൈറ്റിലല്ലോ അധികം. അതെന്താ ഒരു വലിപ്പായിട്ടില്ലേ? ഈ വലിപ്പത്തിൽ തന്നെ പ്രസവിച്ചോ? ആണിനെ കൊടുത്തു. ഇനിയിപ്പോ ഈ കുട്ടികൾ വലുതായിട്ട് ക്രോസ് ആക്കിച്ചണം. ആ കൊറ്റൻ കുട്ടികൾ വലുതായിട്ടേ അങ്ങനെ ഓലെ കൊണ്ട് ക്രോസ് ആക്കും. ഈ കുട്ടി ഇപ്പൊ ഉണ്ടായതാണ്. ആശിക്കാണ് ഇതിന്റെ ഒക്കെ മൊയിലാളി കേട്ടോ. നീ കൂടെ ഉണ്ടാക്കാണ്ടെങ്കിൽ ഞങ്ങൾ ആശിക്കനെ വിളിച്ചോളെ കേട്ടോ. ഇതാണ് കൂടിന്റെ ഉള്ളിലത്തെ വ്യൂ. കേറിക്കോ. ഇതാരാണ്? കേറിക്കോ. അടുത്ത ആള് കുട്ടീൻ്റെ അവിടെ വെക്കണം. കുത്തുവോ? കുട്ടി പാല് കുടിച്ചാലേ ഇതില്ല. ആ പാല് കുടിച്ചിട്ടുണ്ട്. എന്താ ഇവിടെ വാടാ കൈസ്. ഇതാണ് ആശികൻ്റെ വരുന്ന ചെറിയ കുട്ടി. നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്താൻ. ഞാൻ അടുത്ത വീഡിയോ കാണാം.